Morning to all of you. So, നമ്മുടെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ സെക്കൻഡ് ചാപ്റ്റർ അല്ലേ. അപ്പോൾ അതിനകത്ത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്താണ്, ആ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഫീച്ചേഴ്സ് എന്താണ് നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ അടുത്ത കിങ്ഡം, അതായത് നമ്മൾ 5 കിങ്ഡം പറഞ്ഞ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ 5 കിങ്ഡംസിൽ നമുക്ക് എല്ലാ കിങ്ഡംസും തന്നെ പഠിക്കാനില്ല, 4 എണ്ണവും ഒഴിവാക്കിയിരിക്കുകയാണ്. പകരം നമുക്ക് പഠിക്കേണ്ടത് ഒരെണ്ണം മാത്രമാണ് അല്ലെ. അതായത് കിങ്ഡം ഫംഗൽ അല്ലെങ്കിൽ കിങ്ഡം ഫഞ്ചൈ, അതിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് ഈ ഒരു സെറ്റിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉള്ളത്. ബാക്കിയുള്ള എല്ലാ ടൈപ്സ് മെമ്പേഴ്സിനെയും അവർ നമ്മുടെ സിലബസിൽ നിന്ന് ഇപ്പോൾ തൽക്കാലത്തേക്ക് എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം നോക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് മെമ്പറായ കിങ്ഡം ഫഞ്ചൈ. അപ്പോ കിങ്ഡം ഫഞ്ചയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് ഒന്ന് മാത്രമേ പഠിക്കാനുള്ളൂ, അതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും ഒരു പോയിന്റ് പോലും വിടാതെ പഠിച്ചോളൂ. ഫംഗസിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മഷ്റൂംസ് ആയിരിക്കും കോമൺ ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. They are mostly eukaryotic heterotrophic organisms. കിങ്ഡം ഫംഗസിനകത്ത് വരുന്ന മിക്ക ഓർഗാനിസംസും യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആയിരിക്കും. യൂക്കാരിയോട്ടിക് ആണ്, അതുപോലെ തന്നെ ആൻഡ് ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ്. യൂക്കാരിയോട്ടിക്കും അതുപോലെ ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പൊ എന്താണ് യൂക്കാരിയോട്ടിക് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഒരു ട്രൂ ന്യൂക്ലിയസും മെംബ്രെയിൻ ബൗണ്ട് ഓർഗാനിസം ഉള്ള ഓർഗാനിസത്തെ വിളിക്കുന്ന പേരാണ് യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ്. ആൻഡ് ഹെറ്ററോട്രോഫിക് എന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, ഫുഡിന് വേണ്ടി മറ്റ് ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഫംഗസ്. ഓക്കെ, ആൻഡ് ദിസ് ഷോസ് എ ഡൈവേഴ്സിറ്റി ഇൻ ദർ മോർഫോളജി ആൻഡ് ഹാബിറ്റാറ്റ്. അപ്പോൾ ഇവർക്ക് ഒരുപാട് ഡൈവേഴ്സിറ്റി, അതായത് വ്യത്യസ്തമായ പ്രദേശങ്ങൾ, ഡൈവേഴ്സിറ്റി ഇൻ ഹാബിറ്റാറ്റ്. ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ വാസസ്ഥലം അല്ലെ, അല്ലെങ്കിൽ അവരുടെ സറൗണ്ടിങ്. സോ ദേ ഷോസ് വേരിയസ് diversity in their habitat and also in their morphology. അവരുടെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സിലും ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും, അതായത് ഡയഗ്രാംസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. മഷ്റൂംസ് പോലെയല്ല മരത്തിൽ വളരുന്ന ഒരു ഫംഗസ് ഇരിക്കുന്നത്. അപ്പൊ ഓരോ ഫംഗസും ഓരോ വ്യത്യാസങ്ങൾ, അതുപോലെയല്ല ബ്രെഡിൽ വളരുന്ന ഫംഗസ്. അപ്പൊ ഓരോ ഫംഗസും ഒരുപാട് വ്യത്യാസമുണ്ട്, അവരുടെ സ്ട്രക്ചറിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവർ കാണപ്പെടുന്ന ഹാബിറ്റാറ്റിൽ കാണപ്പെടുന്നുണ്ട് അല്ലെ, പല പല ഹാബിറ്റാറ്റ്സിൽ കാണപ്പെടുന്നു. ആ ഹാബിറ്റാറ്റ്സിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് ഇതിനകത്ത് വരുന്ന കോമൺ മെമ്പേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. കിങ്ഡം ഫഞ്ചൈക്കകത്ത് വരുന്ന കോമൺ മെമ്പേഴ്സ് ഏതൊക്കെയാണ്? ഒന്നാമത് മെമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഓർഗാനിസം ആണ് ഈസ്റ്റ് എന്ന് പറയും. നമുക്ക് വാങ്ങാൻ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു വസ്തുവാണ് നമ്മുടെ ബ്രെഡ്. അതുപോലെ ബ്രെഡും അതുപോലെ ബിയർ ഉണ്ടാക്കുക, ബ്രൂയിങ് ഇൻഡസ്ട്രി, അതുപോലെ ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗാനിസം ആണ് ഈ പറയുന്ന ഈസ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് അല്ലേ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. ദാറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ബ്രെഡ് ആൻഡ് ബിയർ. ഈ പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്, എഴുതാൻ മറക്കരുത്. അപ്പോൾ ബ്രെഡും ബിയറും ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഫംഗസ് ആണ് നമ്മുടെ ഈസ്റ്റ്, അല്ലെങ്കിൽ സക്കാരോമൈസസ് സെർവസി നമ്മൾ പറയുന്ന ഈസ്റ്റ്. ഓക്കെ, and next one, that is about the next example for this type of fungus, that is called Puccinia. Puccinia എന്ന് പറയാം. Puccinia കേസിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് വീറ്റ് റസ്റ്റ് ഫംഗസ് എന്ന് പറയാം. അതായത് നമ്മുടെ ഗോതമ്പിൽ ഉണ്ടാകുന്ന ഒരു പൂപ്പൽ, വീട്ടിലുണ്ടാകുന്ന റസ്റ്റ് ഫംഗസ് ആണ് നമ്മൾ ഈ കാണുന്ന Puccinia എന്ന് പറയുന്ന ഓർഗാനിസം. കിട്ടിയോ? ഇനി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള മറ്റൊരു ഓർഗാനിസം പറയാം, പെൻസിലിൻ. പെൻസിലിൻ നമുക്ക് ഒരുപാട് ഫെമിലിയർ ആണ് അല്ലെ. പെൻസിലിൻ അല്ലെങ്കിൽ നമുക്ക് പറയാം പെൻസിലിയൻ. പെൻസിലിൻ എന്ന് വെച്ചാൽ ആന്റിബയോട്ടിക്. പെൻസിലിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് നിർമ്മിക്കാൻ സഹായിക്കുന്ന ഓർഗാനിസം ആണ് നമ്മൾ ഈ പറയുന്ന പെൻസിലിയൻ നൊട്ടേറ്റർ. പെൻസിലിയൻ. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ helps in the production of antibiotic. It helps to produce the antibiotic ഏതാ? പെൻസിലിൻ. പെൻസിലിൻ എന്ന് പറയുന്ന
ആന്റിബയോട്ടിക്കിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഒരു ഓർഗാനിസം അല്ലെങ്കിൽ കിങ്ഡം ഫംഗസിനകത്ത് വരുന്ന മെമ്പറാണ് നമ്മൾ ഈ പറയുന്ന പെൻസിലിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പെൻസിലിയം എന്ന് പറയുന്നത് കിങ്ഡം ഫംഗസിനകത്ത് വരുന്ന മെമ്പറാണ്. അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഇത് എന്തിനു സഹായിക്കുന്നുണ്ട്? അവര് പെൻസിൽ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ സഹായിക്കുന്ന ഒരു കോമ്പൗണ്ട്. ഇനി ഇവരുടെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ദേ ആർ മോസ്റ്റ്ലി ഫിലമെന്റസ് ഇൻ നേച്ചർ. ഫംഗസിനകത്ത് വരുന്ന എല്ലാ മെമ്പേഴ്സും തന്നെ ഫിലമെന്റസ് നേച്ചർ ആയിരിക്കും. ഫിലമെന്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, ത്രെഡ് പോലെ, നാല് പോലെ അല്ലെ, അല്ലെങ്കിൽ ഫിലമെന്റ് പോലെ ഇലോങ്ങേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും. പക്ഷേ എക്സെപ്റ്റ് ഈസ്റ്റ് മാത്രം അങ്ങനെ ഒരു ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ കാണപ്പെടുന്നില്ല അല്ലെ. നമ്മൾ അതിന്റെ മൈക്രോസ്കോപ്പിക് വ്യൂ കണ്ടാൽ മനസ്സിലാവും. നമുക്ക് അതിനകത്തൊരു ഈസ്റ്റിന്റെ സ്ട്രക്ചർ ഒരു ഓവൽ ഷേപ്പ് അല്ലെ, ഒരു ഓവൽ ഷേപ്പ് പോലെ വരുന്ന ഒരു സ്ട്രക്ചർ ആണ് ഈസ്റ്റിനുള്ളത്. അപ്പോ ഫിലമെന്റ് സ്ട്രക്ചർ കാണിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ഫംഗസ് ആണ് നമ്മുടെ ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ബോഡിയിൽ ഈ പറയുന്ന ഫിലമെന്റ്സ് നമ്മൾ പറയുമ്പോൾ ഈ ബോഡിയിൽ, ഇവരുടെ ബോഡിയിൽ കാണുന്ന ബോഡി കൺസിസ്റ്റ് ഓഫ് സെവറൽ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഫംഗസിന്റെ ബോഡിയിൽ കാണപ്പെടുന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, ഒരുപാട് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് നമുക്ക് ഹൈഫേ എന്ന് നമുക്ക് പറയാം. ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് called hyphae. നമ്മുടെ ഈ പറയുന്ന കിങ്ഡം ഫംഗസിക്കകത്ത് ഇവരുടെ ബോഡിയിൽ കാണപ്പെടുന്ന ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് നമുക്ക് എന്ത് പറയുന്ന ഫംഗസ് എന്ന് പറയാം, സോറി ഹൈഫേ എന്ന് പറയാം അല്ലെ. ആ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹൈഫേ എന്ന് പറയാം. ഇനി ഈ ഹൈഫേസ് കൂടി ചേർന്നിട്ട് ഈ കാണുന്ന നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഹൈഫേ അല്ലെങ്കിൽ ഫിലമെന്റ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഹൈഫേ കൂടി ചേർന്നിട്ട് നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ അത് കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈസീലിയം. ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് മൈസീലിയം. നമുക്ക് 4 മെമ്പേഴ്സ് ഉണ്ട് പഠിക്കാനായിട്ട്. അതായത് ഇതിനകത്ത് 4 മെമ്പേഴ്സ് പ്രധാനമായിട്ടും വരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ലക്ക് പോലെ ഈ വർഷം ആ 4 മെമ്പേഴ്സും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്കത് പഠിക്കാനായിട്ടില്ല. ജസ്റ്റ് ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ മൈസീലിയം നമ്മൾ മെമ്പേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട പോയിന്റ് മൈസീലിയത്തെ കുറിച്ചാണ്. ഓരോ മെമ്പേഴ്സിലും മൈസീലിയം എങ്ങനെ കാണപ്പെടുന്നു, എന്താണ് ഓരോ കേസസിലുള്ള മൈസീലിയത്തിന്റെ ഡിഫറൻസസ്, അതാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അതൊന്നും വേണ്ട, ജസ്റ്റ് ജനറൽ ക്യാരക്ടേഴ്സ് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ജനറൽ കേസസ് മാത്രമായിട്ട് നമുക്ക് ഇവിടെ പഠിച്ചാൽ മതി. ഓക്കെ, സോ ഹൈഫേസ് ഉണ്ട്. ഈ ഹൈഫയുടെ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് നമുക്ക് മൈസീലിയം എന്ന് പറയാം. ഇനി ഹൈഫേസിന്റെ പ്രത്യേകത, സം ഓഫ് ദ ഹൈഫേ അല്ലെ, ഈ പറയുന്ന ഹൈഫേസ് ചിലപ്പോൾ എന്തായിരിക്കാം, ഒരു പക്ഷേ ചില കേസസ് എന്തായിരിക്കാം, അത് സീറോസൈറ്റിക് ആയിരിക്കാം. ഹൈഫേസ് ഒരു പക്ഷേ സീറോസൈറ്റിക് കണ്ടീഷനിലായിരിക്കാം. സീറോസൈറ്റിക് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആയിരിക്കും. ചില കേസസിൽ ഈ ഹൈഫ എന്തായിരിക്കും, മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആയിരിക്കും. ആ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് സീറോസൈറ്റിക് കണ്ടീഷൻ എന്ന് പറയാം. മനസ്സിലായോ? അതായത് നമ്മുടെ ഫംഗസിന്റെ കേസിൽ അവരുടെ ബോഡി കാണുന്ന നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹൈഫേ എന്ന് പറയാം. അപ്പോൾ ഈ ഹൈഫേ എന്തായിരിക്കും, മൾട്ടി ന്യൂക്ലിയർ കണ്ടീഷൻ ആയിരിക്കും. മീൻസ് ഒന്നിലധികം ന്യൂക്ലിയസ് ഉള്ള കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് സീറോസൈറ്റിക് കണ്ടീഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ സീറോസൈറ്റിക് കണ്ടീഷൻ ആയിട്ടും കാണപ്പെടാം. അതുപോലെ ഇതിലെന്തായിരിക്കാം, എസെപ്റ്റേറ്റ് ആയിട്ടും കാണപ്പെടാം. ഓക്കെ, സോ എസെപ്റ്റേറ്റ് ആയിട്ടുള്ള ഹൈഫേസ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കാണപ്പെടാം. എസെപ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സെൽ വോൾ എന്തായിരിക്കും, അവിടെ ആബ്സെന്റ് ആയിരിക്കും. പ്രോപ്പർ ആയിട്ടുള്ള സെൽ വോൾ ഇല്ലാത്ത കണ്ടീഷനാണ് നമുക്ക് എന്ത് പറയാം, അസെപ്റ്റേറ്റ് കണ്ടീഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് സീറോസൈറ്റിക് കണ്ടീഷൻ എന്തായിരുന്നു അല്ലെ. സീറോസൈറ്റിക് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. സീറോസൈറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ന്യൂക്ലിയർ കണ്ടീഷൻ ആയിരുന്നു. അതുപോലെ അസെപ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സെൽ വോൾ എന്തായിരിക്കും, ആബ്സെന്റ് ആയിരിക്കും ഈ പറയുന്ന ഓർഗാനിസത്തിന്റെ ഹൈഫേ മീൻസ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. കിട്ടിയല്ലോ. സോ നമുക്ക് അടുത്തതിലേക്ക് നീങ്ങാം. അപ്പൊ ഹൈഫേസിനെ കുറിച്ച് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് ചില ഹൈഫേസിന്റെ കേസസ് ആണ്. ഇനി മറ്റു ചില ഓർഗാനിസത്തില് ഇനി എന്തായിരിക്കാം, ഞാൻ തിരിച്ചായിരിക്കാം, സെപ്റ്റേറ്റീവ് ആയിരിക്കാം. ഓക്കെ, ചില ഓർഗാൻസ് എന്തായിട്ട് വരാം, സെപ്റ്റേറ്റ് ആയിട്ടുള്ള ഹൈഫേസ് ആർ സെപ്റ്റേറ്റഡ്.
ചില ഓർഗാനിസത്തിനകത്ത് ഹൈഫ എന്തായിരിക്കും? സെപ്റ്റേറ്റഡ് ആയിരിക്കും. സെപ്റ്റേറ്റഡ് എന്ന് പറയുമ്പോൾ സെപ്റ്റം പ്രസന്റ് ആയിരിക്കും അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റം ഓഫ് ദ സെൽ വാൾ പ്രസന്റ്. അപ്പൊ സെൽ വാൾ പ്രസന്റ് ആയിട്ടുള്ള കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് സെപ്റ്റേറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചില കേസസിൽ ഹൈഫേസ് അസെപ്റ്റേറ്റ് ആയിരിക്കും. അസെപ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ വാൾ ആബ്സെന്റ് ആയിരിക്കും. ഇനി സിനോസൈറ്റിക് കണ്ടീഷൻ, അതായത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനിലായിരിക്കും. എന്നാൽ ചില ഓർഗാനിസത്തിൽ ചില മെമ്പേഴ്സ് എന്താണ്, അവിടെ സെൽ വാള് പ്രസന്റ് ആണ്. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് സെപ്റ്റേറ്റ് ഹൈഫേ, നമുക്ക് അതിനെ പറയാം. ഓക്കെ അല്ലോ? ശരി, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നോക്കാം. അടുത്ത ഫീച്ചേഴ്സ് പറയുമ്പോൾ നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞ കേസാണ്, അതായത് ഫംഗസിന്റെ സെൽ വാൾ. ഫംഗസിന്റെ സെൽ വാൾ നമ്മൾ പറഞ്ഞു, ഫംഗൽ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ കൈറ്റിൻ ആണ് നമ്മൾ പറഞ്ഞു അല്ലെ? അവിടെ സെല്ലുലോസ് ആബ്സെന്റ് ആണ്, ബട്ട് സെൽ വാൾ മെയ്ഡ് അപ്പ് ഓഫ് എ സബ്സ്റ്റൻസ് കോൾഡ് കൈറ്റിൻ. ഓക്കെ, ഫംഗൽ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്ന സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് കൈറ്റിൻ എന്ന് പറയാം. കൈറ്റിൻ കൂടാതെ ഇതിനോടൊപ്പം തന്നെ ചില പോളിസാക്കൈഡ്സ് കൂടെ ഇവിടെ ഉണ്ട്. പോളിസാക്കൈഡ്സ് എന്ന് പറയുമ്പോൾ ഷുഗർ മോളിക്യൂൾസ് അല്ലെ? അപ്പൊ ഒന്നിലധികം ഷുഗർ മോളിക്യൂൾസും അതുപോലെ തന്നെ കൈറ്റിൻ എന്ന പദാർത്ഥവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഫംഗസിന്റെ സെൽ വാള് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ന്യൂട്രീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അതും ഡിസ്കസ് ചെയ്തു. മോസ്റ്റ്ലി ഹെറ്ററോട്രോപിക് ഇൻ നേച്ചർ. ഫംഗസിനകത്ത് വരുന്ന മെമ്പേഴ്സ് പൊതുവായും ഹെറ്ററോട്രോപിക് നേച്ചർ ആയിരിക്കും, അതായത് അവർ മറ്റ് ഡെഡ് ഓർഗാനിസത്തിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസംസ് ഡെഡ് ഓർഗാനിസത്തിൽ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് സാപ്രോഫൈറ്റ്സ് എന്ന് വേണമെങ്കിലും നമുക്ക് വിളിക്കാം അല്ലെ? മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഇവർ സാപ്രോഫൈറ്റ്സ് ആയിരിക്കും കാണപ്പെടുന്നത്. പാരസൈറ്റ്സും ഉണ്ട്, എന്നാലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് ഫീച്ചർ ആയിരിക്കും? ഇവിടെ സാപ്രോഫൈറ്റിക് ഫീച്ചർ ആയിരിക്കും, പ്രത്യേകിച്ച് മഷ്റൂംസ്. ഇനി they depends on living plants also. ഈ ഫംഗസ് നമുക്കറിയാം, ചില പ്ലാന്റ്സ് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ് നമ്മൾ മൈക്രോറൈസ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൈക്രോറൈസ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ. അപ്പോൾ ആ സിംബയോട്ടിക് അസോസിയേഷൻ കാണിക്കുന്നത് ലീവ്സിന്റെ അല്ലെങ്കിൽ ലിവിംഗ് പ്ലാന്റ്സിന്റെ റൂട്ട്സുമായിട്ടാണ്. ഓക്കെ, റൂട്ട്സുമായിട്ട് കാണിക്കുന്നു. അപ്പോൾ എന്തായിട്ടും കാണപ്പെടാം? പാരസൈറ്റ്സ് ആയിട്ടും ഈ പറയുന്ന ഫംഗസ് കാണപ്പെടാം അല്ലെ? ഇപ്പൊ ഹെറ്ററോട്രോഫിക് ആണ്, അത് പ്രധാനമായും സാപ്രോഫൈറ്റ്സ് ആയിരിക്കും. അത് കൂടാതെ തന്നെ ഇവർ ലിവിംഗ് പ്ലാന്റ്സിനായി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം? ഇവിടെ പാരസൈറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ വിളിക്കാം. ഇനി നമ്മളിപ്പോ പറഞ്ഞ സെയിം കേസ്, this shows a special property called symbiotic association. കിങ്ഡം ഫംജിക്കകത്ത് വരുന്ന മെമ്പേഴ്സ് കാണിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി, അതിനെ വിളിക്കുന്ന പേരാണ് സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സിംബയോസിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? സിംബയോസിസ് എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് വഴി രണ്ട് ഓർഗാനിസവും ബെനിഫിറ്റഡ് ആണെങ്കിൽ, ഒരു റിലേഷൻഷിപ്പ് വഴി രണ്ട് ഓർഗാനിസവും ബെനിഫിറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്കതിനെ സിംബയോട്ടിക് അസോസിയേഷൻ അല്ലെങ്കിൽ സിംബയോസിസ് എന്ന് നമുക്ക് അവിടെ വിളിക്കാം. സിംബയോട്ടിക് അസോസിയേഷൻ, അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സിംബയോസ് എന്നും പറയാം. നമ്മൾ പണ്ട് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അല്ലെ? ഒരു കേസുണ്ട്, അതായത് നമ്മൾ കാക്കയുടെ പുറത്ത് ഈ പറയുന്ന പശുവിന്റെ പുറത്ത് കാക്കു നിൽക്കുന്ന കണ്ടീഷൻ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ കാക്കയുടെ മെയിൻ പരിപാടി എന്താ? അവരുടെ പുറത്തുനിന്നുള്ള ചെള് അല്ലെങ്കിൽ ആ ഒരു ടിക്സ് ഒക്കെ എന്ത് ചെയ്യാം? മാറ്റുക അല്ലെ? അപ്പൊ അവർക്കത് ഫുഡായി അല്ലെ? അവർക്ക് ഫുഡും ആയിട്ടുണ്ട്, എന്നാൽ ആ പശുവിന്റെ ദേഹത്തിരിക്കുന്ന ആ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നതോടെ നശിച്ചു പോവാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ രണ്ടുപേർക്കും അവിടെ ബെനിഫിറ്റ് ആണ് അല്ലെ? കാക്കയുടെ വിശപ്പും മാറും നമ്മൾ പറയുന്ന പോലെ. അപ്പൊ ആ ഒരു കണ്ടീഷൻ സെയിം തന്നെയാണ്. പക്ഷെ കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പില് രണ്ട് ഓർഗാനിസത്തിനും ബെനിഫിറ്റ് വരുന്നെങ്കിൽ ആ ഒരു കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയും. അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. ഒന്നാമത്തത് ലൈക്കൻസ് എന്ന് പറയാം. ലൈക്കൻസ് എന്ന് പറയും. ലൈക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആൽഗി, പായല് അല്ലെ? ആൽഗിയും ഫംഗസുമായിട്ട് കാണിക്കുന്ന അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് ലൈക്കൻസ് എന്ന് പറയാം. ഇനി അടുത്തത് ഏതാ? ലൈക്കൻസ് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് മൈക്കോറൈസ എന്ന് പറയാം. മൈക്കോറൈസ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫംഗസിന്റെ മെമ്പേഴ്സ് ആണ് ഈ ഒരു സിംബയോസിസ് കാണിക്കുന്നത്. അപ്പൊ ഫംഗസ് ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടുമായിട്ട് അല്ലെ? ഹയർ പ്ലാന്റ്സ് വലിയ വലിയ മരങ്ങളുടെ റൂട്ടുമായിട്ട് കാണിക്കുന്ന
അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് എന്താ പറയുന്നത്? മൈക്കോറൈസ. അതായത് ഒരു സിംബയോട്ടിക് അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ പറയാം. കിട്ടിയല്ലോ? അപ്പൊ ഞാനത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിംബയോട്ടിക് അസോസിയേഷൻ അല്ലെങ്കിൽ സിംബയോസിസ് ഇവിടുത്തെ പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിൽ രണ്ട് ഓർഗാനിസവും മ്യൂച്വലായിട്ട് ബെനിഫിറ്റ് ആണെങ്കിൽ നമുക്ക് ആ കണ്ടീഷൻ നമുക്ക് സിംബയോസിസ് എന്ന് പറയാം. ഇനി എക്സാമ്പിൾ ആണ് ലൈക്കൻസ് എന്ന് പറയും. ലൈക്കൻസ് നമ്മുടെ ആൽഗയും ഫംഗസും ആയിട്ടുള്ള അസോസിയേഷൻ ആണ്. അതുപോലെ മൈക്കോറൈസ ഫംഗസും ഹെയർ പ്ലാന്റ്സിന്റെ റൂട്ടുമായിട്ട് കാണിക്കുന്ന അസോസിയേഷൻ ആണ് നമ്മുടെ മൈക്കോറൈസ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഫംഗസിന്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ മെമ്പേഴ്സ് ഒന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. പകരം നമുക്കിവിടെ ഇതിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇനി നോക്കേണ്ട ഒരു ജനറൽ ക്യാരക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. ഫംഗസിന്റെ റീപ്രൊഡക്ഷൻ. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ആ പറയുന്ന റീപ്രൊഡക്ഷനിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ടൈംസ് അവിടെ വരാം, നമുക്ക് അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ റീപ്രൊഡക്ഷൻ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് 3 തരത്തിൽ നമുക്ക് പറയാം. ഒന്നാമത്തത് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കാം. അതായത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഫംഗസിന്റെ ബോഡി പാർട്സിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള, നമ്മളിപ്പോ റോസയുടെ കമ്പ് വെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കുടിക്കും അല്ലെ? അപ്പൊ അതുപോലെ അത് വളരും അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും സെയിം കേസാ. അവരുടെ ഫംഗസിന്റെ ബോഡിയിൽ ചില റീപ്രൊഡക്ട് ചെയ്യാനുള്ള കഴിവുള്ള ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമുക്ക് പ്രൊപ്പഗ്യൂൾസ് എന്ന് പറയാം. ആ പ്രൊപ്പഗ്യൂൾസ് ഡെവലപ്പ് ചെയ്തിട്ട് ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യും. അത് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് ഇവരുടെ ബോഡിക്കകത്തുള്ള ഗാമീറ്റ്സ് അല്ലെ, ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്യാതെ, മെയിൽ ഗാമീറ്റ്സും ഫീമെയിൽ ഗാമീറ്റ്സും ഫ്യൂസ് ചെയ്യാതെ എങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മൾ ഈ പറയുന്ന അൻസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി ഈ മെയിൽ ഗാമീറ്റ്സും ഫ്യൂസ് ചെയ്തിട്ട്, മെയിൽ ഗാമീറ്റ്സും ഫീമെയിൽ ഗാമീറ്റ്സും ഫ്യൂസ് ചെയ്തിട്ട് എങ്ങോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷനാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ 3 സെറ്റായിട്ട് തിരിക്കാം. ഒന്നാമത്തത് ഫംഗസ് റീപ്രൊഡക്ഷൻ 3 തരത്തിൽ നടക്കുന്നുണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വഴി നടക്കാം, അസെക്ഷൽ വഴി നടക്കാം, അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി നടക്കാം. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ഒന്നാമത്തത്, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒന്നാമത്തെ കേസാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അതായത് വെജിറ്റേറ്റീവ് പാർട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷനാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും either through fragmentation, ഒന്നുകിൽ ഏത് വഴിയായിരിക്കും? ഫ്രാഗ്മെന്റേഷൻ വഴിയായിരിക്കും ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എന്തായിരിക്കാം? ബഡിങ് വഴിയായിരിക്കാം. അതുമല്ലെങ്കിൽ ഇവര് ബൈനറി ഫിഷൻ വഴിയായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതെന്തൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ ഓർഗാനിസത്തിന്റെ ബോഡി, ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം, ഈ പറഞ്ഞ ഫംഗസിന്റെ ഹൈഫേസ് പല പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പല ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഓരോ ഫ്രാഗ്മെന്റ്സ് എന്ത് ചെയ്യുന്നു? പുതിയ ഓർഗാനിസം ആയിട്ട് മാറും. ആ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഏതാ? ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. So parent body divides into several fragments and each fragment then gives rise to the formation of new organism that is called fragmentation. So body divide ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ കണ്ടീഷൻ. ഇനി ബഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. ബഡിങ് എന്ന് പറയുമ്പോൾ പാരന്റ് ബോഡി ഒരു ബഡ് ഫോം ചെയ്യും. നമ്മൾ ഈസ്റ്റിലൊക്കെ ഒരുപാട് പഠിച്ച കേസാണ് അല്ലെ. നമ്മൾ എപ്പോഴും പഠിക്കുന്ന എക്സാമ്പിൾ ഈസ്റ്റ് തന്നെയാണ്. അപ്പൊ ഈസ്റ്റിന്റെ കേസിൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡി ഒരു ബഡ് ഫോം ചെയ്യും. ഈ ബഡ് എന്ത് ചെയ്യുന്നു? ബഡ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻലാർജ് ചെയ്യുന്നു. എൻലാർജ് ചെയ്തതിനു ശേഷം അത് പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്നു. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബഡിങ്. ഇനി ഇത് കൂടാതെ ഫിഷൻ വഴി നടക്കാം. ഫിഷ് എന്ന വാക്കിനർത്ഥം സ്പ്ലിറ്റിംഗ് എന്നാണ് അല്ലെങ്കിൽ. അപ്പോ ഫിഷൻ വഴി നടക്കുക എന്ന് പറയുമ്പോൾ ഓർഗാനിസം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, രണ്ടും പുതിയ ഓർഗാനിസം ആകും. നമ്മൾ അമീബിയയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ. അമീബ വരുന്നത് കീടമുളയ്ക്കകത്താണ്. ഞാൻ എക്സാമിന് വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, that's about the vegetative reproduction. ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. that is asexual reproduction. ഇതിനകത്ത് asexual reproduction എങ്ങനെയായിരിക്കാം? അതാണ് നമ്മുടെ കൺസെപ്റ്റ്. asexual reproduction എന്ന് പറയുമ്പോൾ ഇവിടെ എന്തില്ല? മോസ്റ്റ് ഓഫ് ദ കേസ്, അതായത് ഇവിടെ ഗാമീറ്റ്സിന്റെ ഫ്യൂഷൻ അവിടെ ഇല്ല അല്ലെ. ഗാമീറ്റ്സിന്റെ ഫ്യൂഷൻ ഇല്ലാതെ തന്നെ എങ്ങോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് നമ്മൾ ഈ പറയുന്ന asexual reproduction എന്ന് പറയുന്നത്.
അതിലും എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കേസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എപ്പോഴും നടക്കുന്നത് സ്പോർട്സ് വഴിയായിരിക്കും, അല്ലെ? സ്പോർ പ്രൊഡക്ഷൻ വഴിയായിരിക്കും നമ്മുടെ ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഫംഗസിനകത്തുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഫസ്റ്റ് പോയിന്റ്, അതായത് നമുക്ക് ഒന്നാമത്തെ പോലെ നമുക്ക് കണ്ണുടച്ച് എഴുതാം, ഏത് വഴിയായിരിക്കും? സ്പോർട്സ് വഴിയായിരിക്കും അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് പറയാം. ഇനി ഏതൊക്കെ ടൈപ്സ് ഓഫ് സ്പോർട്സ് ആണ്? ഒന്നാമത്തത് കൊണീഡിയ എന്ന് പറയുന്ന സ്പോർട്സ് ഉണ്ട്. കൊണീഡിയ സ്പോർട്സ് ഉണ്ട്. അഗൈൻ സ്പൊറാഞ്ചിയോ സ്പോർട്സ് ഉണ്ട്. സ്പൊറാഞ്ചിയോ സ്പോർട്സ് പ്രസന്റ് ആണ്. അതുപോലെ തന്നെ അപ്ലാനോ സ്പോർട്സ് ഉണ്ടാവും, അല്ലെ? അടുത്ത ടൈപ്പ് ഓഫ് സ്പോർട്സിനെ വിളിക്കുന്ന പേരാണ് അപ്ലാനോ സ്പോർട്സ് എന്ന് പറയാം. ഇനി അപ്ലാനോ സ്പോർട്സ് പോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ടേം ദാറ്റ് ഈസ് സൂ സ്പോർട്സ്. അപ്പൊ കൊണീഡിയക്കകത്ത് കൊണീഡിയ ഉണ്ടാവും, അല്ലെങ്കിൽ അസെക്ഷൽ സ്പോർട്സിനകത്ത് കൊണീഡിയ സ്പോർട്സ് ഉണ്ടാവും, സ്പൊറാഞ്ചിയോ സ്പോർട്സ് ഉണ്ട്, അതുപോലെ അപ്ലാനോ സ്പോർട്സ് ഉണ്ടാവുന്നുണ്ട്, അതുപോലെ സൂ സ്പോർട്സ്. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഇവിടെ കാണപ്പെടുന്ന ഏതെന്ന് പറയാം? അസെക്ഷൽ സ്പോർട്സ് എന്ന് നമുക്ക് പറയാം. കിട്ടിയോ? ഓക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷനും സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സെക്ഷൽ സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ സ്പോർട്സ് അവിടെ ഫ്യൂസ് ചെയ്യുന്നു, ഫ്യൂസ് ചെയ്തിട്ട് എഗ്മോൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വരുന്ന സ്പോർട്സ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്പോർട്സ് ആണ് ഊസ്പോർട്സ് എന്ന് പറയാം. കിങ്ഡം ഫഞ്ചിക്കകത്ത് വരുന്ന ഒന്നാമത്തെ സ്പോർട്സ് ആണ് ഊസ്പോർട്സ് എന്ന് പറയാം. ഇനി രണ്ടാമത്താണ് ആസ്കോസ്പോർട്സ് എന്ന് പറയാം. രണ്ടാമത്തെ സ്പോർട്സ് ആസ്കോസ്പോർട്സ് എന്ന് പറയാം. ഇനി അതുപോലെ സൈഗോസ്പോർ എന്ന് പറയാം, സൈഗോസ്പോർ എന്ന് പറയാം, അല്ലെങ്കിൽ ബെസിഡിയോസ്പോർ എന്ന് പറയാം. അപ്പൊ ഇത്രയും വിവിധ തരത്തിലുള്ള സ്പോർട്സ് എന്ത് ചെയ്യുന്നുണ്ട്? സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് ഫംഗസിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അസെക്ഷൽ റീപ്രൊഡക്ഷനകത്തും സ്പോർട്സ് ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനകത്തും സ്പോർട്സ് വരുന്നുണ്ട്. അതായത് സ്പോർട്സ് വരുന്നുണ്ട്, ആസ്കോസ്പോർട്സ് വരുന്നുണ്ട്, സൈഗോസ്പോർട്സ് വരുന്നുണ്ട്, ബെസിഡിയോ സ്പോർട്സ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും സ്പോർട്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വരുന്നത് നമുക്ക് നോക്കേണ്ടത് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ്. ഓക്കെ, സെക്ഷൽ സൈക്കിൾസ്. ഇത് നോക്കേണ്ട സെക്ഷൽ സൈക്കിൾസ് ഇൻ ദ കേസ് ഓഫ് റീപ്രൊഡക്ഷൻ, അവരുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഫംഗസിന്റെ ബോഡിയിൽ നടക്കുന്ന സെക്ഷൽ സൈക്കിൾസ് ഏതൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം. ഇവിടെ സ്പോർട്സ് അല്ല, ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് ആണ്. അപ്പൊ അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് നമ്മൾ ഈ പറയുന്ന പ്ലാസ്മോഗമി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വിളിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് പ്ലാസ്മോഗമി. എന്താ പ്ലാസ്മോഗമി? പ്ലാസ്മോഗമി എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്നത് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസത്തിന്റെ ഫ്യൂഷനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഗമി എന്ന് പറയാം. ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം അതിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഗമി എന്ന് പറയാം. ഓക്കെ, അപ്പോ പ്രോട്ടോപ്ലാസം എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം, ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും ചേർന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ന്യൂക്ലിയസും സൈറ്റോപ്ലാസത്തിനെ ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. ആ പ്രോട്ടോപ്ലാസത്തിന്റെ ഫ്യൂഷനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഗമി. കിട്ടിയോ? പ്ലാസ്മോഗമി എന്ന് പറയുമ്പോൾ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ആണ്. പ്രോട്ടോപ്ലാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ the whole content that present inside the cell membrane, or else we can call it as that is nucleus and cytoplasm, is collectively called that is protoplasm. ആ പ്രോട്ടോപ്ലാസത്തിന്റെ ഫ്യൂഷനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഈ പറഞ്ഞ പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് നോക്കാം. രണ്ടാമത്തെ സൈക്കിൾ എന്ത് സൈക്കിൾ നടക്കുന്നത് നോക്കാം. രണ്ടാമത്തെ സ്റ്റേജിൽ ഇവർക്ക് നടക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന രണ്ടാമത്തെ സ്റ്റേജ് ആണ് കാരിയോഗമി എന്ന് പറയാം. അപ്പൊ ആദ്യം ഇവരുടെ എല്ലാ കണ്ടൻസും ഫ്യൂസ് ചെയ്യുന്നു, അതായത് പ്രോട്ടോപ്ലാസ്മിക് കണ്ടൻസ് അവിടെ ഫ്യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കാരിയോഗമി നടക്കും. അപ്പൊ കാരിയോഗമി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ഫ്യൂഷനെ വിളിക്കുന്ന പേരാണ് നമുക്ക് കാരിയോഗമി എന്ന് നമുക്ക് ഇവിടെ പറയാം. ഇനി ഈ കാരിയോഗമി നടന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് നമുക്ക് ഡിപ്ലോയിഡ് സ്റ്റേജ് എന്ന് പറയാം. ഡിപ്ലോയിഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഡൈകാരിയോ ഫേസ് എന്ന് വേണമെങ്കിലും നമുക്ക് ഇവിടെ വിളിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള രണ്ട് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്റ്റേജ് അവിടെ ഫോം ചെയ്യുന്നു. അപ്പൊ ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് ഡൈകാരിയോ ഫേസ്, ഡൈകാരിയോട്ടിക് ഫേസ്, ഡിപ്ലോയിഡ് ഫേസ്, ഇങ്ങനെ ഒരുപാട് പേര് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇതിനകത്തൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. മൗണ്ട് ഉണ്ട്, ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തരാം.
ഇനി അടുത്തത് മിയോസിസ് എന്ന് പറയാം. മിയോസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സെൽ ഡിവിഷൻ കഴിയുമ്പോൾ, അതായത് ഒരു സെൽ ഡിവിഷൻ കഴിയുമ്പോൾ പാരന്റ് സെല്ലിന്റെ ബോഡിയിലുള്ള ക്രോമോസോം നമ്പർ എന്തായിട്ട് മാറും? ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് ക്രോമോസോം നമ്പർ എന്തായിട്ട് മാറുന്നു? ഹാഫ് ആയിട്ട് മാറുന്നു. എവിടെ? ഇൻ ഡോട്ടർ സെൽസ്. ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് നമുക്ക് എന്ത് പറയാം? മിയോസിസ് എന്ന് പറയാം. നമുക്കിപ്പോൾ അതിലേക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പോകില്ല. 10ാമത്തെ ചാപ്റ്റർ നമുക്ക് അതിനെ കുറിച്ചാണ്. സെൽ സൈക്കിളിൽ വരുന്നത് ആ ഒരു കണ്ടൻസ് ആണ് വരുന്നത്. അപ്പോൾ സെൽ സൈക്കിൾ വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, പ്ലാസ്മോഗമി വഴി നടക്കാം, അതായത് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം. ഇനി അതുപോലെ കാരിയോഗമി വഴി നടക്കാം, അതുപോലെ മിയോസിസ്. ഇങ്ങനെ 3 സ്റ്റേജ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രോസസ് ഇവിടെ നടക്കുന്നുണ്ട്. കിട്ടിയല്ലോ? അപ്പോൾ നമുക്ക് അടുത്തൊരു കേസിലേക്ക് പോവാം. അതായത് ഇവിടുത്തെ മെമ്പേഴ്സ് നമുക്ക് മെമ്പേഴ്സ് നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽ പഠിക്കേണ്ട, പക്ഷേ ജസ്റ്റ് മെമ്പേഴ്സിന്റെ പേര് മാത്രം തൽക്കാലത്തേക്ക് നമുക്കൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, സോ മെമ്പേഴ്സ് ഓഫ് കിങ്ഡം ഫഞ്ചൈ. മെമ്പേഴ്സ് ഓഫ് കിങ്ഡം ഫഞ്ചൈ. ഓക്കെ, സോ ഇതിനകത്ത് അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ന പേര് മാത്രം ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ മെമ്പർ ഏതാ? ഫൈക്കോമൈസീസ് എന്ന് പറയാം. ഫൈക്കോമൈസീസ് ഉണ്ട്. അഗെയിൻ സൈഗോമൈസീസ് ഉണ്ട്. സൈഗോമൈസീസ്. then ascomycetes ഉണ്ട്. again basidiomycetes ഉണ്ട്. basidiomycetes ഫോർത്ത് മെമ്പർ വരും. അതുകൂടാതെ ഫൈനലായിട്ട് വരുന്ന ഡ്യൂറ്റീറോമൈസീസ്. അപ്പൊ ഇങ്ങനെ ഇത്രയും മെമ്പേഴ്സ് ആണ് നമ്മുടെ ഈ ഫംഗസിനകത്തുള്ളത്. കൂടാതെ മാസ്റ്റിഗോമൈസീസ് ഉണ്ട്. മാസ്റ്റിഗോമൈസീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് മെമ്പേഴ്സിനകത്ത് വരുന്നുണ്ട്. തൽക്കാലത്തേക്ക് നമ്മൾ ഇത്രയും പേരുകൾ മാത്രം ഓർത്താൽ മതി. അതായത് ഫൈക്കോമൈസീസ്, സൈഗോമൈസീസ്, ആസ്റ്റിഗോമൈസീസ്, ബസിഡിയോമൈസീസ്, ഡ്യൂറ്റീറോമൈസീസ് ആൻഡ് ഫൈനലി മാസ്റ്റിഗോമൈസീസ്. ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പോകുന്നില്ല. ഒരുപാട് പോയിന്റ്സ് അതിനകത്തുണ്ട്, എല്ലാം തന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ കിങ്ഡം ഫംഗസിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും അവരുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, അവരുടെ ഹൈഫേസ് എങ്ങനെയാണ്, അവരുടെ അതിനകത്ത് വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതൊന്നും കൃത്യമായിട്ട് തന്നെ ഇത് വായിച്ച് പഠിച്ചതിന് ശേഷം മറ്റു വീഡിയോകളിൽ കൂടി കണ്ട് മനസ്സിലാക്കുക, അല്ലെ? എല്ലാവരും ടോപ്പിക്സും കണ്ട് മനസ്സിലാക്കി പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യും. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ ലാസ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ.